ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ വിഡിയും ചെന്നിത്തലയും കെ.സിയും. നിയമസഭാ കക്ഷിയോഗം നാളെ. നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് കേരളത്തിലെത്തും. ചെന്നിത്തല ഡൽഹിയിൽ. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. എംഎൽഎമാരുടെ പിന്തുണയ്ക്കായി മത്സരമില്ലെന്നും എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM CPI നേതൃയോഗങ്ങൾ തലസ്ഥാനത്ത്. CPM സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതെ EP ജയരാജൻ. പ്രതിപക്ഷ നേതാവ് പിണറായി ആയില്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. പരാജയം പഠിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും BJP 3 സീറ്റ് നേടിയത് വലിയ വിപത്തെന്നും ബിനോയ് വിശ്വം. കഴിവുള്ളവർ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. NSS ആരുടെയും പേര് പറയില്ല. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ. VD സതീശന്റെ ചില നിലപാടുകളോടുള്ള വിയോജിപ്പ് ഇപ്പോഴുമുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് കരുതുന്നില്ല എന്നും സുകുമാരൻ നായർ. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്നും അതിൽ സമുദായ സംഘടനകൾക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇന്ത്യയിലെ കരുത്തനായ നേതാവായ KCക്ക് ഡൽഹിയിലിരുന്ന് കേരളം ഭരിക്കാൻ ശേഷിയുണ്ട്. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം കറുകപ്പുല്ല് പോലെയാണെന്നും അത് തിന്നാൻ അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന് കരുതുന്നില്ല എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് TVK നൽകിയ കത്തിന് ഗവർണർ ഇന്ന് മറുപടി നൽകിയേക്കും. ഉപാധികളോടെ വിജയ്ക്ക് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പിന്തുണ തേടി CPIക്കും CPMനും TVK കത്ത് നൽകി. നാളെ TVK സത്യപ്രതിജ്ഞ ചെയ്തേക്കും. വിജയെ ആദ്യഘട്ടത്തിൽ എതിർക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് DMK. വിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടുനിന്നേക്കും. പശ്ചിമബംഗാളിൽ നാടകീയ രംഗങ്ങൾ തുടരുന്നു. രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. വിഷയത്തിൽ ഗവർണർ ഇടപെട്ടേക്കും. 14 വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനം മമത അംഗീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോം ലൗവുമായി ഡൽഹിയിൽ ഹൈദരാബാദ് ഹൌസിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ മേഖലയിൽ 6000 കോടി രൂപ മൂല്യം വരുന്ന കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണയായി. കൂടാതെ പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റും തമ്മിൽ ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇറാനുമായുള്ള ധാരണയിൽ എത്തിയതിനാലാണെന്ന് ട്രംപ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഒരു ഘട്ടം അവസാനിച്ചുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. സംസ്ഥാനത്തെ ഹോട്ടലുകളുടെയും റെസ്റ്റോറന്റുകളുടെയും ബേക്കറികളുടെയും പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണം. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുത്തനെ ഉയർത്തിയത് പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഹ്വാനപ്രകാരമാണ് 24 മണിക്കൂർ സമരം. ഓൺലൈൻ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നില്ല. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകെ 9 മത്സരങ്ങളിൽ 7 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച പഞ്ചാബ് 2 മത്സരങ്ങളിലാണ് തോൽവിക്ക് വഴങ്ങിയത്. പോയിന്റ് പട്ടികയിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് പഞ്ചാബ്. 3-ാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.